ഇപ്പോ കോൺഗ്രസുകാരുടെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ: സുനിൽ കനകോലു. സുനിൽ കനകോലു എന്ന ദൈവം പറയും, ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യില്ല. ആടാട് പാമ്പെന്നോ അങ്ങനെ ചാടിക്കളിയുടെ കുഞ്ഞിരാമ എന്നോ കനകോലു പറയുമ്പോൾ അതുപോലെ ചെയ്യും. അങ്ങനെ ഒരുപോലെ കനകോലു പിടിച്ചിരിക്കുന്ന ചരടിന്റെ അറ്റത്ത് കിടന്ന് തുള്ളിക്കളിക്കുന്ന ഒരു വ്യക്തിയാണ്. കൃത്യം വാക്ക് ഞാൻ പറയുന്നില്ല, വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവെന്ന് നമുക്ക് വ്യക്തമാണ്. ആരാണ് കനകോലു? കനകോലുവിന്റെ തന്ത്രം എന്താണ്? കനകോലു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്നാം തരം ഒരു സംഘി കുടുംബത്തിൽ ജനിച്ച് സംഘികൾക്ക് വേണ്ടി ആദ്യം പ്രവർത്തിച്ച വ്യക്തിയാണ് കനകോലു. പ്രശാന്ത് കിഷോറിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. 2014 എങ്ങനെ മോദി അധികാരത്തിലെത്തി, അതിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജി മുഴുവൻ നിർമ്മിച്ചത് പ്രശാന്ത് കിഷോറായിരുന്നു. പ്രശാന്ത് കിഷോറിന്റെ ടീമിലുള്ള വ്യക്തിയായിരുന്നു കനകോലു. ചെന്നൈയിലും അമേരിക്കയിലും ഒക്കെ ഉന്നത പഠനം നടത്തി. കർണാടകയിലെ ബെള്ളാരിയിലാണ് അദ്ദേഹം ജനിച്ചു. അദ്ദേഹം MBA ബിരുദധാരിയായിട്ടൊക്കെ വന്നിട്ടാണ് ഈ പ്രശാന്ത് കിഷോറിന്റെ ടീമിൽ ജോയിൻ ചെയ്യുന്നത്, മോദിയെ വിജയിപ്പിക്കാൻ. അങ്ങനെ മോദിയെ വിജയിപ്പിച്ചു കഴിഞ്ഞ് അടുത്ത ഘട്ടമായാണ് കോൺഗ്രസിലേക്ക് ഇദ്ദേഹം കുടിയേറുന്നത്. കോൺഗ്രസിൽ കുടിയേറിയ ശേഷം പല സ്ഥലങ്ങളിലും പരീക്ഷിച്ചു, പലപ്പോഴും ഇദ്ദേഹം വിജയിച്ചതൊന്നുമില്ല. പാർലമെന്റിൽ ഇതുവരെ തിരിച്ചെത്താൻ കനകോലുവിന്റെ തന്ത്രങ്ങൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് കേരളത്തിലെ ഓഫർ വീണ് കിട്ടുന്നത്. കേരളത്തിലെ ഓഫർ വീണ് കിട്ടുമ്പോൾ കനകോലു AICC അംഗമായി കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടുന്ന ടാസ്ക് ഫോഴ്സിന്റെ മെമ്പറായി കഴിഞ്ഞു. പിന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യരുടെ ഉപദേഷ്ടാവ്, ക്യാബിനറ്റ് റാങ്കിലുള്ള ഉപദേഷ്ടാവായി മാറിക്കഴിഞ്ഞു. ഇതിൽ പരം എന്ത് വേണം? ക്യാബിനറ്റ് റാങ്കിലുള്ള ഉപദേഷ്ടാവാണ് കനകോലു. കനകോലുവിന് അപ്പോൾ ചുമ്മാ അതിരുന്ന് എന്തെങ്കിലും സതീശ അങ്ങനെ ചെയ്യൂ, അല്ലെങ്കിൽ KC ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം മതി. ശമ്പളം കർണാടക സർക്കാർ കൃത്യമായി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഫ്രീ ആണ് കേരളത്തിലെ ഉപദേശങ്ങളൊക്കെ. 2 വർഷമായി കേരളത്തിൽ തമ്പടിച്ചിരിക്കുന്ന ദീപാദാസ് മുൻഷി, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി, അവർക്കാണ് കനകോലു കൃത്യമായ വിവരങ്ങൾ കൊടുക്കുന്നത്. കനകോലുവിന്റെ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ കനകോലു എന്തൊക്കെയാണ് ചെയ്യുന്നത്. കനകോലുവിന്റെ തന്ത്രം ഒന്ന് സർവേകൾ നടത്തുക. നിരവധി സർവേ എടുക്കാൻ പോകുന്ന ആളുകളൊന്നും മലയാളികൾ ചുരുക്കമാണ് ഇദ്ദേഹത്തിന്റെ ടീമിൽ. ബാക്കിയൊക്കെ കന്നഡ ഭാഷ സംസാരിക്കുന്നവരും ഹിന്ദി സംസാരിക്കുന്നവരും ഒക്കെയാണ്. എല്ലാം പ്രൊഫഷണൽസിലാണ്. ഇവർ പോയി ഏതെങ്കിലുമൊക്കെ മൂലയിലോ ഏതെങ്കിലുമൊക്കെ കോണിലോ പോയി എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് എന്നിട്ട് ദീപാദാസ് മുൻഷിയോട് കാര്യങ്ങൾ പറയും. എന്നിട്ട് ദീപാദാസ് മുൻഷിയാണ് മറ്റു കാര്യങ്ങൾ ചിന്തിക്കുന്നത്, മറ്റേ ഹൈക്കമാൻഡിന് റിപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് എന്നാണ് വൈപ്പ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങളെന്ന് ദീപാദാസ് മുൻഷിക്ക് മുകളിലൂടെയുള്ള വെട്ടും തട്ടും ഒക്കെ കോൺഗ്രസിൽ നടക്കാറുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. ഈ കനകോലുവിന്റെ തിയറി അനുസരിച്ച് എല്ലാം തമസ്കരിക്കുക, നിങ്ങളുടെ മുന്നിൽ നടക്കുന്ന ശരിയെ ഇതല്ല ശരി എന്ന് സ്ഥാപിക്കുക. അതുകൊണ്ടാണ് സർക്കാരിന്റെ വികസന പദ്ധതികളെയും ഇവൻ എന്തിനാണ് ബാർ സമയം കൂട്ടിയല്ലോ. ബാർ സമയം ഇപ്പോ രാവിലെ 10 മുതൽ 12 വരെ ആക്കിയത്. അത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ സമ്മതിച്ച എഗ്രിമെന്റ് ആണ്, സമയമാണ്. എന്നിട്ട് അതിനെ വിമർശിക്കില്ലേ? അതാണ് ഞാനൊന്നും പറഞ്ഞില്ലേ എന്നും ഞങ്ങളോട് ഇത് പ്രചോദിച്ചിട്ടേ ഇല്ല, ഞങ്ങളിതൊന്നും പറഞ്ഞിട്ടേ ഇല്ല എന്ന് തമസ്കരിക്കുക. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തമസ്കരിക്കുക. ഒരു ഉളുപ്പുമില്ലാതെ നല്ല കാര്യങ്ങളെ തമസ്കരിച്ചിട്ട് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുക. ഇതാണ് കനകോലുവിന്റെ ഒന്നാമത്തെ നിർദ്ദേശം. അങ്ങനെ സുനിൽ കനകോലു പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് ഇവർ ചെയ്യും. പിന്നെ രണ്ടാമത് എന്താണ് കനകോലു പറയുന്നത്? നിങ്ങൾ ഏതൊരു വ്യക്തിയെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, നുണകൾ പറയുക, മാക്സിമം നുണകൾ പറയുക. അതാണ് പിണറായി വിജയനൊക്കെ നേരിട്ടത്. മാക്സിമം നുണകൾ ഇങ്ങനെ ഇവിടുന്ന് VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ തള്ളിമറിക്കുകയാണ്. അപ്പോ നിരന്തരം ഇത് ചെയ്യുമ്പോൾ, നുണകൾ ഇങ്ങനെ നിരന്തരം കേട്ടു വരുമ്പോൾ ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരാമെന്നാണല്ലോ കവിവാക്ക്. അതുപോലെ നിരന്തരം നുണകൾ കേൾക്കുന്ന ആളുകൾ, മാധ്യമങ്ങൾ കൂടുതൽ അറ്റൻഷൻ ആ നുണകൾക്ക് കൊടുക്കുമ്പോൾ നുണകൾ കേട്ട് നമ്മൾ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഇതാണ് സത്യം എന്ന് വിശ്വസിച്ചു പോകുന്ന അവസ്ഥ. ഇതാണ് സത്യം, ഇതാണ് ശരി, മറ്റതൊക്കെ കള്ളം. അങ്ങനെ പറഞ്ഞ് ഉരുവിട്ട് പഠിക്കുമ്പോഴാണ് സത്യം ചെരുപ്പിട്ട് ഇങ്ങനെ വരുന്നത്. സത്യം വരുവാണ്, പക്ഷെ സത്യം ആരും വിശ്വസിക്കുകയില്ല. ഇത് കനകോലുവിന്റെ സ്ട്രാറ്റജിയാണ്. പ്രശാന്ത് കിഷോർ ഒരുപാട് തരംഗം സൃഷ്ടിച്ച് വിജയം ഉണ്ടാക്കുക എന്നതൊക്കെ പ്രശാന്ത് കിഷോറിന്റെ തന്ത്രമായിരുന്നു. ഇതിവിടെ അങ്ങനെയല്ല. ഓരോ വോട്ടർമാരും എങ്ങനെയാണ് പെരുമാറുന്നത്, അങ്ങനെ ആ വോട്ടർമാർക്ക് എന്താണ് ഫീഡ് ചെയ്യേണ്ടത് ആ തരത്തിലാണ്. പ്രത്യേകിച്ച് ഒരു സമുദായത്തെ എടുത്തിട്ട് ആ സമുദായത്തിന് ഏത് തരത്തിലുള്ള വാർത്തകൾ ഇഷ്ടപ്പെടും, ഏത് തരത്തിലുള്ള ഡയലോഗ് ഇഷ്ടപ്പെടും എന്നൊക്കെയാണ് റിസർച്ച്.
അപ്പൊ ആ സമൂഹത്തിന്റെ അടുത്ത് പോകുമ്പോൾ ആ സമൂഹത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നേതാക്കൾ പ്രസംഗത്തിന്റെ ശൈലികൾ മാറ്റണം. മറ്റൊരു സമുദായത്തിന്റെ അടുത്ത് പോകുമ്പോൾ ആ സമുദായത്തിന് ഇഷ്ടപ്പെടുന്നത് പോലെ അങ്ങനെ എല്ലാ ആളുകളെയും പ്രീണിപ്പിച്ച് ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന തന്ത്രമാണ് കനകോലു ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന്, വികസനങ്ങളെ തള്ളി പറയുക. രണ്ട്, നേതാക്കളെ വ്യക്തിഹത്യ ചെയ്യുക. മൂന്ന്, ഓരോ സമുദായത്തെയും ഓരോ വ്യക്തികളും എന്താണ് അതിനനുസരിച്ച്, അതായത് ഓന്ത് പോലെ നിറം മാറിക്കൊണ്ടിരിക്കുക. ഇമാതിരിയുള്ള ഗിമ്മിക്സുകളാണ് കനകോലു കേരളത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ കനകോലുവിന്റെ സ്ട്രാറ്റജികൾ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇവർ പറയുന്നത്, കോൺഗ്രസ് പറയുന്നത് എന്താണ്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDF നേടിയ അഭൂതപൂർണമായ വോട്ട് ഷെയർ, അതുകൊണ്ടാണ് ഇവർ വീണ്ടും വിജയിക്കാതെ UDF വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിക്കുമെന്ന അമിതമായ ആത്മവിശ്വാസം, ആ തട്ടിലാണല്ലോ ഇവർ നിന്ന് പ്രവർത്തിക്കുന്നത്. പക്ഷെ കനകോലു തന്നെ പറഞ്ഞു, ഈ അമിതമായ ആത്മവിശ്വാസം വേണ്ട, സിറ്റിംഗ് MLA-മാരെ നിർത്തുക. സിറ്റിംഗ് MLA-മാരെ നിർത്തിക്കഴിഞ്ഞാൽ ഈ ഭരണപക്ഷത്തുള്ള ഈ സിറ്റിംഗ് MLA-മാർ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. സിറ്റിംഗ് MLA-മാർ ഭരണപക്ഷത്തിൽ നിന്ന് എല്ലാവരും, ഒന്നോ രണ്ടോ പേരൊഴികെ ബാക്കി എല്ലാവരും ജയിച്ചു വന്നാൽ കോൺഗ്രസിന് അത് വിനയാകും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇങ്ങനെ നുണ പ്രചരിപ്പിക്കുക, വ്യക്തിഹത്യ നടത്തുക, പിന്നെ സമുദായങ്ങൾക്കനുസരിച്ച് ഓന്തിനെ പോലെ നിറം മാറിക്കൊണ്ടിരിക്കുക. സത്യത്തെ തമസ്കരിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് കനകോലുവിന്റെ പ്രത്യയശാസ്ത്രം. അതുകൊണ്ട് ആ പ്രത്യയശാസ്ത്രത്തെ ഇഷ്ടപ്പെടുന്ന കോൺഗ്രസ് നേതാക്കളാണ് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ. എന്നിട്ട് ആളുകൾ ചില മാധ്യമങ്ങളിലൂടെ മാറ്റിയും തിരിച്ചും ഒക്കെ പറയും, അങ്ങനെയൊന്നുമല്ല, കനകോലു അല്ല എന്നൊക്കെ പറയും. പക്ഷെ കനകോലുവിന്റെ തന്ത്രങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ കൺകണ്ട ദൈവം സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒന്നുമല്ല, ഇവൻ സതീശൻ പോലുമല്ല, സുനിൽ കനകോലു എന്ന് പറയുന്ന കർണാടക സ്വദേശിയായ 41-കാരനാണ്. അയാളുടെ ഇലക്ഷൻ സ്ട്രാറ്റജിയാണ് ഇങ്ങനെ നുണ പറയിക്കലും സമുദായങ്ങൾക്കനുസരിച്ച് ഓരോ സ്ഥലത്ത് ഓരോ തരത്തിൽ വിളിച്ചു പോകാനും ഒക്കെ VD സതീശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം നിങ്ങൾ വിട്ടുപോകരുത്.